നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശക്തി. 8848296441 ഇതെൻ്റെ മൊബൈൽ നമ്പർ. ഈ വേനൽക്കാലം ശരിക്കും പൂച്ചെടികളുടെ കാലഘട്ടമാണ്. ബോഗേൻവില്ലയും അഡീനിയവും ഒക്കെ അരങ്ങു വാഴുന്ന ഒരു സമയം. മറ്റു പൂച്ചെടികളെ അപേക്ഷിച്ച് അഡീനിയത്തിനോട് ആളുകൾക്ക് ഒരു പടി സ്നേഹം കൂടുതലാണ്. അതിന് കാരണം പൂക്കളുള്ള സമയത്ത് പൂക്കളുടെ ഭംഗി കൊണ്ട് വർണ്ണവിസ്മയം തീർക്കാൻ ശേഷിയുള്ള ഒരു ചെടിയാണ്. പൂക്കളില്ലാത്ത കാലത്താട്ടെ അതിൻ്റെ കോഡെക്സിൻ്റെ ഭംഗി. സാധാരണ മറ്റ് പൂച്ചെടികളെ അപേക്ഷിച്ച് അഡീനിയത്തിന് ഒരുപാട് ആയുസ് കൂടുതലുള്ള ചെടിയാണ്. ഡിസംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ പ്ലാന്റിനെ പോട്ടിൽ നിന്നും പിഴുതെടുത്ത് നല്ല തണലത്ത് ഈർപ്പമൊന്നും തട്ടാത്ത സ്ഥലത്ത് ഇതിനെ കെട്ടിത്തൂക്കിയിടണം. 3 ആഴ്ചയെങ്കിലും അങ്ങനെ തന്നെ ഇട്ട ശേഷം നമുക്കൊരു നല്ല പോട്ടിംഗ് മിക്സ് തയ്യാറാക്കണം. മണൽ, അല്പമാത്രം ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, സ്യൂഡോമോണസ് ഇത് ഇത്രയും കൂടി നന്നായിട്ട് കൂട്ടി ഇളക്കി നമുക്ക് ആ പോട്ടിംഗ് മിക്സിലേക്ക് നമ്മുടെ പ്ലാന്റിന് റീപോർട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നമ്മൾ റീപോർട്ട് ചെയ്യുന്ന പ്ലാന്റാണല്ലോ ആ സമയത്ത് ഈ അഡീനിയം. അങ്ങനെയുള്ള ചെടിയെ പെട്ടെന്ന് തന്നെ വെയിലത്തേക്ക് വെക്കാൻ പാടില്ല. 2 ആഴ്ചയെങ്കിലും തണലത്ത് വെച്ച ശേഷം ചെറിയതായിട്ടെങ്കിലും തളിർപ്പ് വരുന്നുണ്ടോ നോക്കിയിട്ട് അതിനുശേഷം മാത്രം വെയിലത്തേക്ക് വെക്കുക. ശേഷം ഇതിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ കൊടുക്കാം. എപ്സം സാൾട്ട് ഒരല്പം എടുത്ത് കലക്കി ഇതിനൊഴിച്ചു കൊടുക്കാം, നല്ലതാണ്. പിന്നെ DAP, NPK 19, പൊട്ടാഷ് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ തന്നെ കൊടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത ഒരു പ്ലാന്റ് ആയിരുന്നു. കണ്ടോ, ഒരു ശക്കലം ഇല പോലും കാണാതെ നിറഞ്ഞ പൂക്കളാണ്. ഇതാണ് ഈ അഡീനിയത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഈ ചെടികൾക്ക് നമ്മൾ ഒരല്പം വളർന്ന് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കോഡെക്സ് മെല്ലെ മെല്ലെ നമ്മൾ ഓരോ വർഷവും ഇതിനെ റിപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിന് കോഡെക്സ് നന്നായിട്ട് വലിപ്പം വെക്കും. അങ്ങനെ നന്നായിട്ട് വളർന്ന് വലിപ്പം വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നല്ല വലിപ്പമുള്ള വാവിസ്താരമുള്ള ബോൺസായിയൊക്കെ വെക്കാൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പോട്ടിൽ തന്നെ വെക്കണം. എങ്കിലേ ഈ ചെടിയുടെ ഭംഗി നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന അഡീനിയം 18 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ളതാണ്. ഇപ്പം ഈ കാണുന്ന ആദ്യത്തെ പ്ലാന്റ് കൃത്യം 20 വർഷം പഴക്കമുള്ളതാണ്. അതുപോലെ ഈ ഓരോ ചെടികളും അതിൻ്റേതായ ഭംഗി നിലനിർത്തുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം പിന്നീട് വരുന്ന ഈ ബ്രാഞ്ചിലാണ് നിറയെ മുട്ടുകൾ പിടിക്കുക. അത് അഡീനിയം വളർത്തുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ വലിയ മരം കണക്കെ അഡീനിയം വളർത്തരുത്. അങ്ങനെ വളർത്തിയാൽ ആ ചെടിക്കൊരു ഭംഗി ഉണ്ടാവില്ല. അതിനെ കട്ട് ചെയ്ത് ബോൺസായി ആക്കി തന്നെ വളർത്തിയാലേ ആ ചെടിക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മൾ വർഷാവർഷം ഈ പ്ലാന്റിനെ ഇങ്ങനെ പോട്ടി മിക്സിൽ നിന്ന് ഇളക്കി റീപോർട്ട് ചെയ്ത് ഇതിൻ്റെ ഒരു വേര് മാത്രം പോട്ടിലേക്ക് താഴ്ത്തി ബാക്കി ഭാഗം ഈ പോട്ടി മിക്സിൽ ഉയർത്തി കൊണ്ടുവരുമ്പോഴാണ് ഇതേ അളവിൽ ഇതേ വലുപ്പത്തിൽ നമുക്ക് ഈ ചെടി അതിൻ്റെ കോഡെക്സ് നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ. കട്ട് ചെയ്യുന്നത് ഈ കോഡെക്സിനെ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുമ്പോൾ മാത്രമാണ് അഡീനിയത്തിന് അതിൻ്റെ ഒരു ലുക്ക് കിട്ടുക. ഇപ്പോൾ ഈ കാണുന്നത് അറബിക്കത്തിൻ്റെ ഒരു പ്ലാന്റാണ്. എന്നാൽ ഈ അറബിക്ക സാധാരണ ഒരു നോർമൽ വെറൈറ്റി ഫ്ലവറാണ് ഉണ്ടാവുക. മറ്റ് നമുക്ക് പല കളറിലുള്ള പൂക്കളില്ലേ, അതുപോലെ ഉണ്ടാവില്ല. 1-2 ചെറിയ ഷെയ്ഡ് മാത്രം, ഒരു പിങ്ക് കലർന്നതും ചെറിയൊരു റെഡ് കളർ പിങ്കും കൂടെ കലർന്ന അങ്ങനത്തെ പൂക്കളാണ് സാധാരണ അറബിക്കത്തിൽ കണ്ടുവരുന്നത്. എന്നാൽ ഈ ചെടിയുടെ ഒരു പ്രത്യേകത മറ്റ് അഡീനിയം പോലെ വർഷാവർഷം ഇതിനെ പോട്ടിംഗ് മിക്സിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ കോഡെക്സ് ഇങ്ങനെ വളർന്ന് വീർത്തു വരാനാണ് പതിവ്. എന്നാൽ മറ്റ് അഡീനിയം അങ്ങനെയല്ല. നമ്മൾ അതിനെ വർഷാവർഷം ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ആ ഒരു ഭംഗിയിലേക്ക് കോഡെക്സ് വളർന്നു വരികയുള്ളൂ. DAPയും NPK 19ഉം പൊട്ടാഷ് അതുപോലെ ഉള്ള വളങ്ങളൊക്കെ നമ്മൾ സാധാരണ ഇതിന് കൊടുക്കുക. എന്നാൽ നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ ചാരം ഉണ്ടാവും. ചാരത്തിനകത്ത് ഇപ്പം നമ്മൾ എത്ര ചെടിയുണ്ടോ അതിൻ്റെ അളവനുസരിച്ചിട്ട് 2-3 മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ തോടോടുകൂടി തന്നെ നന്നായിട്ട് പൊട്ടിച്ച് അതിലേക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് 4 ഇരട്ടി വെള്ളത്തിൽ ചെടികൾക്ക് കൊടുത്താൽ നന്നായിട്ട് വളർന്നു കിട്ടും.
അപ്പം ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. ബൈ.